മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റൂവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. ഇന്ന് 2025 ജനുവരി 30 ഈ ദിവസത്തിൻ്റെ ചരിത്ര പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ആയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയെ 1948 ജനുവരി മാസം 30-ാം തീയതി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ട ആ ദിവസത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ആ മതഭ്രാന്തൻ അന്ന് പ്രതിനിധാനം ചെയ്തിരുന്ന സംഘടന പിന്നീട് ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും പിന്നീട് ഒരു വീരപരിവേഷം കൊടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുക. 1949 നവംബർ മാസം 15-ാം തീയതി തൂക്കിലേറ്റപ്പെട്ട ഈ മതഭ്രാന്തൻ 30,000 വാക്കുകളോളം ഉള്ള തൻ്റെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വിഭജനത്തിൻ്റെ മുഖ്യ കാരണക്കാരൻ ഗാന്ധിജിയാണെന്നും 1946 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപത്തിനും മരണത്തിനും ഉത്തരവാദി ഗാന്ധിജിയാണെന്നുമാണ് ആ 30,000 വാക്കുകൾ ഉൾക്കൊള്ളുന്ന ആ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വധിച്ചു എന്നാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചരിത്രമനുസരിച്ച് 1945 രണ്ടാം ലോകമായുധം കഴിഞ്ഞു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപതികളായിരുന്ന ബ്രിട്ടന് ശാക്തിക ചേരികളിലുള്ള അവരുടെ ബലം നഷ്ടപ്പെട്ടപ്പോൾ പുതിയ 2 ശക്തികൾ ഉദയം ചെയ്തു, USSRും അമേരിക്കയും. ആ പുതിയ ശക്തികളോട് കിടപിടിക്കാൻ കഴിയാതെ വന്ന ബ്രിട്ടൻ ഇപ്പോൾ തങ്ങൾ അധികാരത്തിൽ വച്ചിരിക്കുന്ന കോളനികളുടെ സ്നേഹം, അവരുടെ സഹകരണം സമ്പാദിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വതന്ത്ര പദവി തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ ഡൊമിനിയൻ പദവി നിലനിർത്തിക്കൊണ്ട് അവരെ തങ്ങളുടെ കൂടെ നിർത്താനോ ശ്രമിച്ചു. എന്നാൽ ഗാന്ധിജി പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അല്പവും പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറാമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയായ സമയത്ത് 1946 തന്നെ ഭരണഘടന, സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കാൻ ഇന്ത്യൻ നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുകയും ചെയ്തു. ഈ സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ വർഗീയ കലാപം ആരംഭിച്ചു. അത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളെ ആക്രമിക്കുന്നതിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദു വിഭാഗക്കാരെ ആക്രമിക്കുന്നതിലും പര്യവസാനിച്ചു. ഈ സമയത്ത് ഇന്നത്തെ ബംഗ്ലാദേശിൽ, അന്നത്തെ ബംഗാളിൻ്റെ കിഴക്കൻ ഭാഗത്തുണ്ടായിരുന്ന നവഖാലിയിൽ ഗാന്ധിജി മരണം വരെ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹമിരുന്നു.
ആ സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ആദ്യഘട്ടം നിരാഹാരമായിരുന്നു. പിന്നീടാണ് മരണം വരെ ഉപവസിക്കുമെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ട് അവിടുത്തെ തീവ്രവാദികൾ, അവിടുത്തെ വർഗീയവാദികൾ അവരുടെ ആയുധം ഗാന്ധിജിയുടെ മുന്നിൽ വെച്ച് കീഴടങ്ങുകയാണുണ്ടായത്. ഞാൻ പറയാനുദ്ദേശിച്ചത് 1946 ഗാന്ധിജി ഈ വർഗീയ കലാപത്തിനെ അറുതി വരുത്താനായിട്ട് ഈ നവഖാലിയിൽ സത്യാഗ്രഹം കിടക്കുന്ന സമയത്ത് ഇങ്ങ് ഡൽഹിയിൽ നമ്മൾ കൊച്ചിലെയൊക്കെ അരിയും കറിയൊക്കെ വെച്ച് കളിക്കുമല്ലോ, കളിച്ചിട്ടില്ലേ? അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛൻ നീ അമ്മ. അപ്പം പെങ്കൊച്ചു പറയും, അല്ലടാ ഞാനാണ് അച്ഛൻ നീ അമ്മ എന്ന് പറയുന്നത് പോലെ ഡൽഹിയിൽ അധികാര തർക്കം നടക്കുകയായിരുന്നു. അന്നത്തെ കോൺഗ്രസ്, ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 വരെയുള്ള ഒരു ഘട്ടമായിട്ടും അതിനുശേഷമുള്ള രണ്ടാം ഘട്ടമായിട്ടുമാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരിക്കുകയാണ്, ഇനി മറ്റു പ്രസ്ഥാനങ്ങളാണ് ആവശ്യം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരനും ഒരു കൃതി രചിച്ചിട്ടുണ്ട്, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഒരു രാഷ്ട്രീയക്കാരനും പിന്നീടുണ്ടായ സംഘടന പോലും ഇതുവരെയൊക്കെ വാദിച്ച് വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാം എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവുമായിട്ടും ലേഡി മൗണ്ട് ബാറ്റൻ പ്രഭുവുമായിട്ടും ഒരു കരാറ്, ഒപ്പുവയ്ക്കാത്ത ഒരു കരാർ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ. കാരണം ഗാന്ധിജി വിഭജനത്തിന് പൂർണ്ണമായിട്ടും എതിരായിരുന്നു. അങ്ങനെ വിഭജനത്തിന് നഖശികാന്തം എതിർത്ത ഗാന്ധിജിയെയാണ് നാഥുറാം വിനായക് ഗോഡ്സെ വിഭജനത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് വധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമായിരുന്നു. വിഭജനത്തിൻ്റെ കാരണക്കാരൻ ഗാന്ധിജിയല്ലായിരുന്നു. അദ്ദേഹം വർഗീയ സമരങ്ങൾ, വർഗീയ കലാപങ്ങൾ അടിച്ചമർത്താനായിട്ട് നിരാഹാരം കിടക്കുക. ആ സമയത്താണ് ഈ കൊലപാതകങ്ങളുടെ, ഈ നരഹത്യയുടെ ഉത്തരവാദി ഗാന്ധിജിയാണെന്നും വിഭജനത്തിൻ്റെ കാരണക്കാരൻ ഗാന്ധിജിയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1944 മുതൽ നാഥുറാം വിനായക് ഗോഡ്സെയും സഹോദരൻ ഗോപാൽ ഗോഡ്സെയും നാരായൺ ആപ്തെ തുടങ്ങിയ 7 പേര് അവരുടെ അന്നത്തെ ആചാര്യനായ ഗുരുജി ഗോൾവർക്കറിനോടൊപ്പം ഇരുന്ന് എടുത്ത് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഉണ്ട്. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങളുടെ ആരുമല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് ചരിത്രഭാഗമാണ്. ഈ ചരിത്രത്തിൽ ഈ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1915 ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് തൻ്റെ ബാരിസ്റ്റർ പണി, തൻ്റെ വക്കീൽ പണി, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനം, അവിടുത്തെ രാഷ്ട്രീയ സേവനം ഒക്കെ മതിയാക്കിയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ 1915 മുതൽ 1948 ജനുവരി 30 വെടിയേറ്റ് മരിക്കുന്നത് വരെ ഒരു ഔദ്യോഗിക സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതൊഴിച്ച്. തുടർന്ന് അടുത്ത വർഷങ്ങളിൽ അദ്ദേഹത്തെ ഒതുക്കാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ നല്ല നിലപാടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അധികാരത്തിനു വേണ്ടി താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തിത്വം, ഒരിക്കൽ പോലും വർഗീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത, ഇന്ത്യൻ വിഭജനത്തെ സപ്പോർട്ട് ചെയ്യാത്ത ആ മഹത് വ്യക്തിയെ മഹാത്മാ എന്ന് രവീന്ദ്രനാഥ ടാഗോർ 1915 വിശേഷിപ്പിച്ച ആ മഹാത്മാവിനെ വെടിവെച്ചു കൊല്ലാൻ 44 മുതൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. പല തവണ അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ചു. ആ പ്രാവശ്യമെല്ലാം പരാജയപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം പങ്കെടുക്കുന്ന വേദിയിൽ നാടൻ ബോംബെറിഞ്ഞ്
ആളുകളെ അകറ്റിയിട്ട് രണ്ടാമത് അദ്ദേഹം ഒറ്റപ്പെട്ടു വേദിയിൽ. ആ വേദിയിൽ വെച്ച് ബോംബുമായി നിൽക്കുന്ന ആ മതതീവ്രവാദി തൻ്റെ കൈ വിറച്ചു പോയി. അതിൻ്റെ പേര് ഞാനിപ്പം വിട്ടുപോയി. തൻ്റെ കൈ വിറച്ചു പോയതുകൊണ്ട് ആ കയ്യിലിരുന്ന ഗ്രനേഡ് ഗാന്ധിജിക്ക് നേരെ എറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് വധശ്രമത്തിനുള്ള ആ ആളിനെ അയാളിൽ നിന്ന് മാറ്റി പൂർണ്ണമായിട്ടും നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ആ മതഭ്രാന്തൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 1948 ജനുവരി 30 നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് നഷ്ടമായത്. അന്ന് വൈകിട്ട് റേഡിയോയിലൂടെ കേട്ടു എന്ന് പറയുന്നത് ആ ദീപം പൊലിഞ്ഞു എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു റേഡിയോ സന്ദേശത്തിലൂടെ തൻ്റെ രാജ്യത്ത് അറിയിച്ചത്. ഗാന്ധിജിയുടെ വാക്കുകളെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിലൂടെ വായിച്ചറിയുവാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു അപ്പൂപ്പനെയാണ് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നങ്ങനെയല്ല. ഗാന്ധിജിയെ സ്വീകരിക്കുവാനും ഗാന്ധിജിയുടെ ആദർശത്തെ മുറുകെ പിടിക്കാനും കഴിയാത്ത ആളുകൾ ഇന്ന് ഗാന്ധിജിയുടെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ്. എന്നാൽ പല ഭാഗത്തു നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കുന്ന ഒരു സമീപനം കൂടി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സമ്മേളനം അതുകൂടി ഓർത്തുകൊണ്ട് ഇന്നത്തെ ഗാന്ധിജിയുടെ വാക്കുകൾ മതിലിൻ്റെ ഭിത്തികളിൽ മാത്രം കാണുന്ന വാക്കുകളായി മാറാതെ ഓരോ മനുഷ്യനും ഗാന്ധിജിയുടെ വാക്കുകൾ ഏറ്റെടുക്കണം. ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഇന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരായി നമ്മളെ രാജ്യത്തെ മനുഷ്യരായി മാറേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മുറിവാണ്. ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്നാണ്. ലോകത്ത് നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം ജനനായകന്മാർ, നേതാക്കന്മാർ, എഴുത്തുകാർ, പ്രഭാഷകന്മാർ, പണ്ഡിതന്മാർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആരും ചോദിച്ചു പോകാവുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ? അപ്പം എങ്ങനെയുള്ള മനുഷ്യൻ എന്ന് നമ്മളെപ്പോലുള്ളവർക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. ഗാന്ധിജി ജീവിച്ചതുപോലെ ധാർമ്മികത മൂല്യം ആക്കി പിടിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ മറ്റൊരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല എന്ന് ലോകചരിത്രം പറയുന്നു. ആയുധമില്ലാതെ ഒരു മഹാസമരം നയിക്കുക, ഒരു പ്രസ്ഥാനം പോലും ഇല്ലാതെ ഒരു ജനതയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയുടെ ഹൃദയം കവരുക, ആരോഗ്യം പോലുമില്ലാതെ ഒരു നാടിനു വേണ്ടി ജീവിക്കുക, ജീവിതത്തിൻ്റെ ഏത് വഴികളിലൂടെ നടക്കുമ്പോഴും സത്യസന്ധതയോട് ഏറ്റവും അടുത്തു നിൽക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ. അത്ഭുതം എന്ന വാക്കുകൊണ്ട് വേണം ഗാന്ധിജിയെ വിശേഷിപ്പിക്കാൻ. അംബേദ്കർ എന്ന മഹാൻ ഉൾപ്പെടെ
ഇടതുപക്ഷ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഗാന്ധിജിയെ പല കാര്യത്തിലും വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളിലൊക്കെ ചില സാധുതകൾ ഉണ്ടായിരുന്നിരിക്കാം. തള്ളിക്കളയാൻ പറ്റാത്ത ചില വീക്ഷണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. പക്ഷേ ഗാന്ധിജി നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനം എന്താണ് എന്ന് പഠിക്കുമ്പോൾ, വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമുക്ക് പറയുവാൻ ഉള്ളത്. സമുദ്ര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി എൻ ജയചന്ദ്രൻ മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ഗാന്ധിശിലയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. വളരെ വൈകിയാണ് ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. അതിനാദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ജീവിതം തന്നെ സന്ദേശമാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ, വാർധ ആശ്രമത്തിൽ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ഞാനടക്കമുള്ള അക്കാലത്തെ യുവജന നേതാക്കന്മാർക്ക് കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, കേരളത്തിലെ DYFയുടെ, AIYFൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, വിദ്യാർത്ഥി സംഘടനകളുടെ ഏതാണ്ട് 120ഓളം വരുന്ന പ്രതിനിധികൾ വാർധ ആശ്രമത്തിലെത്തി എങ്ങനെയാണ് ഗാന്ധിജി ജീവിച്ചത്, എങ്ങനെയാണ് ഈ ലോകത്തിന് അദ്ദേഹം എന്താണ് മാതൃകയായി കാട്ടിക്കൊടുത്തത് എന്ന് കാണിച്ചു തരാൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായി എനിക്ക് 10 ദിവസക്കാലത്തെ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. സത്യത്തിൽ ഒരു ലോകത്ത് ഏറ്റവും അധികം എല്ലാവർക്കും, ശ്രീ റുവൽ സിംഗിനെ പോലെയുള്ളവരോടും എനിക്കൊരു അഭ്യർത്ഥന അതാണ്. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ 10 ദിവസക്കാലം നമ്മൾ എല്ലാവരും പോയി എങ്ങനെയാണ് ഗാന്ധിജി ജീവിച്ചത്. ലോകത്ത് നമുക്കറിയാം ഏറ്റവും അധികം ആളുകൾ വായിക്കപ്പെടുന്ന ബൈബിളും ഖുറാനും ഭാരതവും അല്ലെങ്കിൽ ഭഗവത്ഗീതയും, അതിനേക്കാൾ എത്രയോ മഹത്തായ സന്ദേശങ്ങളാണ് ഗാന്ധിജി നമുക്കായി പകർന്നു തന്നിട്ടുള്ളത്, ലോകത്തിന് വേണ്ടി പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞത്, ഇങ്ങനെ മജ്ജയും മാംസവും ഉള്ള ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നാളെ പുതിയ തലമുറയോട് പറയുമ്പോൾ അതാരും വിശ്വസിക്കില്ല. ഗാന്ധിയൻ സൂക്തങ്ങൾ അങ്ങനെയായിരുന്നു. എല്ലാ വിഷയത്തെക്കുറിച്ചും, വ്യക്തി ശുചിത്വത്തെക്കുറിച്ച്, ഈശ്വരവിശ്വാസത്തെക്കുറിച്ച്, പരസ്പര സഹകരണത്തെക്കുറിച്ച്, ജീവിതത്തിൽ പുലർത്തേണ്ട നിഷ്ഠകളെക്കുറിച്ച് ഗാന്ധിജി തൊട്ടിട്ടില്ലാത്ത, ഗാന്ധിജി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പോലും നമ്മുടെ ലോകത്തിന് മുന്നിൽ അവശേഷിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും ലോകത്തോട് ഒരു സന്ദേശം നൽകുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് സന്ദേശം എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. വാർധ ആശ്രമത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. ഇന്ത്യയിൽ നമുക്കറിയാം ഏതാണ്ട് 6000ഓളം വരുന്ന ഭാഷകളുണ്ട്, ഭാഷാഭേദങ്ങളുണ്ട്. വസ്ത്രധാരണത്തിൽ പോലും വ്യത്യസ്തത പുലർത്തുന്ന ആളുകളാണ്. ചില ആളുകൾ ഇടത്തേക്ക് മുണ്ടുടുക്കുമ്പോൾ, കേരളത്തിൽ പോലും മറ്റു ചില ആളുകൾ വലത്തേക്കാണ് മുണ്ടുടുക്കുന്നത്. സൂര്യനെ നമസ്കരിക്കുന്ന ആളുകൾ, ചന്ദ്രനെ നമസ്കരിക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഹാരരീതികളും ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ ഒന്നിപ്പിച്ച് നിർത്താനായത് ഗാന്ധിജിയുടെ ഇത്തരം പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങളും വാക്കുകളിലൂടെയുമാണ്. അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ അഹിംസ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം പോരാട്ടത്തിനിറങ്ങിയത്. അതാണ് ഗാന്ധിജി ഒരു സന്ദേശമാണ് എന്നെല്ലാവരും പറയുന്നത്. ഗാന്ധിജിയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രഭാഷണം നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞത്, ഗാന്ധിജി അന്തരിച്ചു. തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി ഇല്ല, അദ്ദേഹം സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ ഈ ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹം നമ്മുടെ ഇടയിലുണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുവാൻ കഴിയില്ല. ഗാന്ധിജിയെ അറിയുവാൻ വാർധ പോലെയുള്ള ആശ്രമങ്ങളിൽ പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ആളുകൾ
കുറച്ച് ദിവസം പോയി എന്താണ് അവിടെ ഗാന്ധിജി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നേരിട്ട് അനുഭവിച്ചറിയാം. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഗാന്ധിയൻ സംഘടനകൾ, ഇവിടെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പോലെയുള്ള നിരവധി സംഘടനകൾ അതിന് സാഹചര്യമൊരുക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിലെ അംഗങ്ങൾ പോലും ഗാന്ധിജിക്കെതിരായി ഒരു നൂറ്റാണ്ടുകാലം ഇന്ത്യയെ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ തളച്ചിട്ട ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ പോലും ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാൻ അവിടെ എത്തി നിൽക്കുകയാണ്. ഗാന്ധിജി എങ്ങനെയാണ് ഒരു ദിനം ചർക്കയിൽ നൂൽക്കുന്നത്, പശുവിനെ വളർത്തുന്നത്, കൃഷി ചെയ്യുന്നത്, എന്താണ് ആഹാരം കഴിച്ചിരുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശുചിത്വം എങ്ങനെയാണ്, ഇതിനെയൊക്കെ കുറിച്ച് നേരിട്ട് അറിയുവാൻ അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ആ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ദീർഘമായി കടന്നു പോകുന്നില്ല. ഗാന്ധിജി ഒരു വെളിച്ചമാണ്. ഇരുളിൻ്റെ ലോകത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. പരസ്പര സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം, പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് പ്രതീക്ഷയേകുന്നത് ഗാന്ധിജിയുടെ വാക്യങ്ങളാണ്, ഗാന്ധിജിയുടെ വാക്കുകളാണ്. ആ പ്രതീക്ഷ നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാത്മാവിൻ്റെ ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി, ഏറ്റവും ധീരനായ രക്തസാക്ഷി, നെഞ്ചിൽ വെടിയുണ്ട ഏറ്റ് പിടയുമ്പോഴും എതിരാളികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ ഹേ റാം എന്ന മന്ത്രം മാത്രം ഉരുവിട്ടുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവിന് മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ച മഹാത്മാവ് നമുക്കെന്നും പ്രചോദനമാകും. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്ര പിള്ള, ശ്രീലത ജയചന്ദ്രൻ, സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സമുദ്രതീരം PRO ശശിധരൻ പിള്ള ചടങ്ങിന് നന്ദി അറിയിച്ചു.